അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 55-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പരിശോധനാ വിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരികും ഫഖ്തുലൂ അൻഫുസകും ദാലികും ഖൈറുൻ ലക്കും ഇൻദ ബാരികും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. പ്രസ്തുത വചനത്തിൻ്റെ ഏകദേശ പരിഭാഷ ഇപ്രകാരം നമുക്ക് പറയാവുന്നതാണ്. വഇദ് ഖാല മൂസ ലിഖൗമിഹി. മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. യാ ഖൗമി, എൻ്റെ ജനമേ, ഇന്നക്കും ലലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ബിത്തിഖാദിക്കുമുൽ ഇജ്ല, ഒരു പശുക്കുട്ടിയെ നിങ്ങൾ ആരാധ്യ വസ്തുവാക്കിയതിലൂടെയാണ് നിങ്ങളുടെ ആത്മാക്കളോട് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നത്. ഫതൂബു ഇലാ ബാരിക്കും, നിങ്ങളുടെ രക്ഷിതാവിലേക്ക്, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങും. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ വധിക്കുകയും ചെയ്യുക. ദാലിക്കും ഖൈറുൻ ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇൻദ ബാരിഉക്കും, നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ പക്കൽ അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഫതാബ അലൈക്കും, നിങ്ങളുടെ മേൽ അവൻ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയമായും അവൻ അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. ഇതാണ് അതിൻ്റെ മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഏകദേശ രൂപം. ഇത് സംബന്ധമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ ഇതിൽ അന്തർലീനമായി കിടക്കുന്ന യഥാർത്ഥ സത്ത പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ആ വെളിച്ചം പകർന്നു നൽകുന്നതിന്, ഇത്തരത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നതിന് ഒരാളെ നിയോഗിക്കുന്നില്ല എങ്കിൽ നമ്മളും ഇരുട്ടിൽ തപ്പാനേ പറ്റുകയുള്ളൂ, ഈ ഖുർആൻ വചനം വെച്ചുകൊണ്ട് മാത്രം. കാരണം ഈ വചനങ്ങൾ അവൻ്റേതാണ്. അത് കാലാകാലങ്ങളിൽ വിശദമാക്കി കൊടുക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല നിയോഗിക്കുമെന്ന് സുവിശേഷം ഇത് പാരായണം ചെയ്യുന്നവർക്ക് നൽകിയിട്ടുമുണ്ട്. അതനുസരിച്ച് ഈ വചനത്തെ നമുക്ക് പരിശോധിക്കാം. ഇൻ ദ എബവ് പാസേജ്, ഈ നൽകപ്പെട്ട വസ്തുതകളിൽ
the number of persons slain has been put at 3,000. ഇവിടെ വധിക്കുവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫക്തുലു അൻഫുസക്കും, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ വധിക്കുക എന്ന്. അത് സംബന്ധമായിട്ട് ആളുകൾ എത്ര പേരെ വധിച്ചു, എന്താണ് അതിൻ്റെ സംഭവം, അതിൻ്റെ നിജസ്ഥിതി എന്താണ്, അത് നമ്മൾ വിശദീകരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കൊല്ലുക എന്ന് മാത്രം പറഞ്ഞ് ഖുർആൻ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ ഖണ്ഡികയിൽ, ഈ പറഞ്ഞ പ്രസ്താവനയിൽ ദ നമ്പർ ഓഫ് പേഴ്സൺസ് സ്ലെയിൻ ഹാസ് ബീൻ പുട്ട് അറ്റ് 3,000, 300 പേരെയാണ് വധിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ബട്ട് ദിസ് ഈസ് അപ്പാരൻ്റ്ലി ആ എറർ. ഇത് പക്ഷേ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് ഒരു തെറ്റാണ്. സിമിലർലി അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് ഇസ്രായേൽസ് ഹു കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഇസ്രായേലുകളുടെ എണ്ണം ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ അത് പറയപ്പെട്ടിരിക്കുന്നത് ഈജിപ്തിൽ നിന്നും ഇസ്രായേലുകളായ ആളുകൾ എത്ര പേര് വന്നു, അത് ബൈബിളിൽ പറയുന്നത് 600,000, 6,00,000 പേരാണ്. 6,00,000 പേര് ഈജിപ്തിൽ നിന്നും മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം പലസ്തീനിലേക്ക് പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. 6,00,000. എക്സോഡസ് 12:37, പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 37-ാം വചനത്തിൽ ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 12:37 ഇപ്രകാരമാണ് പറയുന്നത്: ഇസ്രായേൽ മക്കൾ രമേസേസിൽ നിന്ന് സുക്കോത്തിയിലേക്ക് കാൽനടയായി യാത്ര പുറപ്പെട്ടു. അവരിൽ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 6,00,000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഇതാണ് 12:37 പുറപ്പാടിൽ പറയുന്ന വചനം. അപ്പോൾ 6,00,000 പേര് കുട്ടികളും സ്ത്രീകളും ഒഴികെ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പഴയ നിയമം. അപ്പോൾ ഇതും ബട്ട് ദിസ് അപ്പാരൻ്റ്ലി അൻ എറർ. സിമിലർലി ദ നമ്പർ ഓഫ് ഇസ്രായേൽസ് ഹു കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആളുകൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ പറയുന്നത് 600,000, 600,000, അതായത് 6,00,000 പേര് ആണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇതും വിച്ച് ആൾസോ ഈസ് ക്ലിയർലി റോങ്. ഇതും തീർച്ചയായിട്ടും വ്യക്തമായിട്ടും കള്ളമാണ്, ശരിയായ പ്രസ്താവനയല്ല. 6,00,000 പേരുണ്ടായിരുന്നു. മറ്റേത് 3,000 പേരെ വധിച്ചു എന്ന് പറയുന്നു, അതും ശരിയല്ല. 6,00,000 പേരുണ്ടായിരുന്നു, പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും ഒഴികെ എന്ന് പറയുന്ന അതും തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ കടന്നുകൂടിയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ശരികളെ മാനവകുലത്തിൻ്റെ മുമ്പാകെ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. വിച്ച് ആൾസോ ഈസ് ക്ലിയർലി റോങ്. സച്ച് എ ലാർജ് നമ്പർ കുഡ് നോട്ട് ലീവ് ആസ് സെർവൻറ്റ്സ് ആൻഡ് ലേബറേഴ്സ് ഓഫ് ദ ഈജിപ്ഷ്യൻസ്. ഈജിപ്തുകാരുടെ കീഴിൽ ഇത്രയും വലിയ ഒരു ജനസംഖ്യ ഒരു കാരണവശാലും അവിടെ സേവകന്മാരായിട്ടും തൊഴിലാളികളായിട്ടും ഉണ്ടായിരിക്കാവതല്ല. വിച്ച് ആൾസോ ഈസ് ക്ലിയർലി റോങ്. സച്ച് എ ലാർജ് നമ്പർ കുഡ് നോട്ട് ലീവ്. ഇത്രയും വലിയ ഒരു ജനതതി അവിടെ ജീവിച്ചിരിക്കുവാൻ സാധ്യതയില്ല. ആസ് സെർവൻസ് ആൻഡ് ലേബറേഴ്സ്, ഇവരെല്ലാവരും അവരുടെ സേവകന്മാരും ഫറോബയുടെ സേവകന്മാരും അവരുടെ തൊഴിലാളികളുമായിട്ട് കഴിയുവാൻ ഒരു സാധ്യതയില്ല. ഓഫ് ദ ഈജിപ്ഷ്യൻസ് ഹു ദംസെൽസ് സ്പീക്ക് ഓഫ് ദം എ സ്മാൾ കമ്മ്യൂണിറ്റി. ഖുർആൻ 26:55 ഇവരെപ്പറ്റി പറയുന്നത് അവരൊരു ചെറു സമൂഹമായിരുന്നു എന്നാണ്. ഹു ദംസെൽസ് സ്പീക്ക് ഓഫ് ദം ആസ് സ്മാൾ കമ്മ്യൂണിറ്റി. 26:55 പറയുന്നത് ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, ദീസ് ആർ എ സ്മാൾ പാർട്ടി. ഒരു ചെറു സംഘമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ബൈബിളിൽ കടന്നുകൂടിയ തെറ്റുകളെയും വിശ്വാസധാരണകളെയും തുറന്നു കാട്ടിക്കൊണ്ട് അതിൽ ശരി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ശരിയെ നമ്മുടെ മുമ്പാകെ എടുത്തു വെക്കുന്നു.
അപ്പോൾ അതൊരു ചെറു സംഘമായിരുന്നു. അങ്ങനെ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇവർ, ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, ദർ വെർ ഓൺലി അബൌട്ട് 600 ഫാമിലീസ് ഓഫ് ദ ഇസ്രായേൽസ് ഹു ലീവ്ഡ് ഇൻ ഈജിപ്റ്റ്. അവിടെ 600 കുടുംബങ്ങൾ, ഇസ്രയേലി കുടുംബങ്ങൾ ഈജിപ്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആൻഡ് ഹു ലെഫ്റ്റ് ദ കൺട്രി, അവർ എല്ലാവരും അവിടം വിട്ടു, ഈജിപ്തിൽ നിന്ന് 600 കുടുംബങ്ങൾ. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ 600 കുടുംബങ്ങൾ ആണ് ഈജിപ്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മൂസ അലൈഹിസ്സലാമിയുടെ നേതൃത്വത്തിൽ ഈ 600 കുടുംബങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്യുന്നുണ്ട്. ബട്ട് ദേ വെർ മിസ്കൺസ്ട്രൂഡ്. പക്ഷേ ഈ എണ്ണത്തെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. മിസ്കൺസ്ട്രൂഡ് ഇൻ ടു 600,000. അത് 600 കുടുംബത്തിന് അവർ 60,000 ദേ വെർ മിസ്കൺസ്ട്രൂഡ് ഇൻ ടു 600,000, 6 ലക്ഷം പേരെന്ന് അവർ തെറ്റായ നിലയിൽ 600 കുടുംബത്തിനെ വ്യാഖ്യാനിക്കുക ആണ് ചെയ്തത്. മിസ്കൺസ്ട്രൂഡ് ഇൻ ടു 600,000. സിമിലർലി ദ നമ്പർ ഓഫ് പേഴ്സൺസ് സ്ലെയിം, അതുപോലെ അവിടെ വധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം കുഡ് സ്കേഴ്സ്ലി ബി 3,000. അത് ഒരു 3,000 പേര് ഒരിക്കലും വരാവതല്ല. ദ നമ്പർ ഓഫ് പേഴ്സൺസ് സ്ലെയിം കുഡ് സ്കേഴ്സ്ലി ബി 3. കഷ്ടിച്ച് 3,000 പേര് അങ്ങനെ സംഭവിക്കാവുന്നതല്ല. ദർ വെർ മോസ്റ്റ് ലൈക്ലി, അവിടെ സംഭവിച്ചത് ഇപ്രകാരമായിരിക്കാം. ഓൺലി 3 ഫാമിലീസ്, 3 കുടുംബങ്ങൾ. ദ ലീഡേഴ്സ് ഓഫ് വിച്ച്, ആ 3 കുടുംബങ്ങളിലെ നേതാക്കന്മാർ, വിച്ച് ടുക്ക് പാർട്ട് ഇൻ സെറ്റിംഗ് അപ്പ് ദ കാഫ് ഫോർ വർഷിപ്പ്, ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനു വേണ്ടി രൂപകൽപ്പന ചെയ്യുന്നതിനും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത 3 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, 3 കുടുംബങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. ആൻഡ് ദീസ് വെർ പുട്ട് ഇൻ ടു ഡെത്ത്, ഇവരെയാണ് മരണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ബൈ ദെയർ കിൻസ്മെൻ, അവരുടെ ബന്ധുക്കളാണ് ഈ 3. നിങ്ങളാണ് ഈ കുഴപ്പങ്ങൾ ചെയ്തത്, ഞങ്ങളെ വഴികേടിലാക്കിയത്, ഇവരെ എന്ന് പറഞ്ഞാൽ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ള ഒരു നടപടിയായിരുന്നു അത്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, മോഷ്ടിക്കുന്നത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവളുടെ കൈ വെട്ടുന്നതിന് എനിക്ക് യാതൊരു പരിഗണനയും അതിലുണ്ടാവുകയില്ല. അപ്പം ആ നിലയിൽ നീതി നിർവഹണം നടപ്പിലാക്കുന്നതിന് വളരെ ശുഷ്കാന്തിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അപ്പോൾ ഈ 3 കുടുംബങ്ങളാണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കുന്നതിനും അതിനെ ആരാധന നടത്തുന്നതിനും അതിന് വേണ്ടുന്ന നേതൃത്വം നൽകുന്നതുമായിട്ടുള്ളത്. അങ്ങനെയുള്ള പല കുടുംബങ്ങളും നമുക്ക് കാണാം. ചില കബറുകൾ കെട്ടിയതിന് ശേഷം അവിടെ ആരാധന നടത്തുകയും ചെറിയ എടുപ്പുകൾ ഉണ്ടാക്കി വർഷത്തിലൊരിക്കൽ 5 ദിവസം 10 ദിവസമൊക്കെ ഒരു പരിപാടി നടത്തുകയും ആളുകൾ ചെല്ലുകയും യാസീൻ ഓതുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഓരോരോ ആരാധനക്രമങ്ങൾ അവരുണ്ടാക്കുന്നത്. ഇതുപോലെ അവരുടെ 3 കുടുംബങ്ങൾ അപ്രകാരം ചെയ്തു. ആ 3 കുടുംബങ്ങളാണ് ദീസ് വെർ പുട്ട് ഇൻ ടു ഡെത്ത് ബൈ ദെയർ കിൻസ്മെൻ, അവരുടെ അടുത്ത ബന്ധുക്കൾ ഇവരെ കൊന്നിട്ടുണ്ടാകാം. അറ്റ് ദ ബിഡിങ് ഓഫ് മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമയുടെ കൽപ്പന പ്രകാരം അവരെ അങ്ങനെ വധിച്ചിട്ടുണ്ടാകാം. അതായിരിക്കും അതിൻ്റെ ശരി. അല്ലാഹ് ആൾവേസ് റിമൈൻഡഡ് ദ ഇസ്രായേൽസ് ത്രൂ മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിലൂടെ ഇസ്രായേൽ സന്തതികളെ അല്ലാഹു തആല എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അല്ലാഹ് ആൾവേസ് റിമൈൻഡഡ് ദ ഇസ്രായേലൈറ്റ്സ് ത്രൂ മൂസ അലൈഹിസ്സലാം ദാറ്റ് എ പ്രോഫറ്റ് വുഡ് കം, ഒരു പ്രവാചകൻ വരുന്നത് ഫ്രം ടൈം ടു ടൈം, കാലാകാലങ്ങളിൽ ഓരോ പ്രവാചകന്മാരും വരുന്നത് ടു വാൺ ദം, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ഓഫ് ദെയർ ബാഡ് ഡീഡ്സ്, അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അവരെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ടു ഗീവ് ദം ഗ്ലാഡ് ടൈഡിങ്സ്, അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷ വാർത്ത നൽകുന്നതിനും. അപ്പോൾ കാലാകാലങ്ങളിൽ മാനവകുലത്തിലേക്ക് അള്ളാഹു തൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത്
മാനവകുലത്തിന് സന്തോഷവാർത്ത നൽകുന്നതിനും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകുന്നതിനുമാണ്. നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ശരിയിലൂടെ സഞ്ചരിക്കണം, അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ലഭ്യമാകുന്നതാണ് എന്ന വാർത്തയുമായിട്ടാണ് അവർ വരുന്നത്. ഇൻ മൂസാസ് കേസ്, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിലും ഇറ്റ് വാസ് ദ സെയിം. ഇത് തന്നെയായിരുന്നു ജോലി, നന്മ കൽപ്പിക്കുക, അതായത് തിന്മ ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും എന്നിട്ട് നന്മയിലേക്ക് തിന്മ ചെയ്യുന്നത് അവസാനിപ്പിച്ച് നന്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെന്നുള്ള മുന്നറിയിപ്പ്, താക്കീതും സന്തോഷ വാർത്തയും നൽകുന്നതിന് വേണ്ടി തന്നെയാണ് മൂസ അലൈഹി സ്വലാമും വന്നത്. ഇറ്റ് വാസ് ദ ടൈം ഹീ യൂസ്ഡ് ടു എക്സോർട്ട് ഹിസ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ജനതയെ അനുശാസിച്ചുകൊണ്ടേയിരുന്നു. ടു ആസ്ക് ഫോർ ഫർഗീവ്നെസ്, അതുകൊണ്ട് നിങ്ങൾ മാപ്പിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കൂ. ഫ്രം ദ യുണീക്ക് ഗോഡ്, സമാനതകളില്ലാത്ത അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പ് ചോദിച്ചുകൊള്ളൂ. ബിക്കോസ് ദെയർ ഇസ് നോ ഡൗട്ട്സ് ദാറ്റ് ദേ വെയർ വെരി വീക്ക് ഇൻ ഫെയ്ത്ത്. അവരുടെ വിശ്വാസത്തിൽ അവർ വളരെ ബലഹീനരായിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, നിങ്ങൾ പാപമോചനത്തിനായി അർത്ഥിക്കുക എന്ന് ആ സന്ദേശം മൂസാ നബി അലൈഹി സ്വലം തൻ്റെ ജനതയ്ക്ക് കൊടുക്കുമ്പോൾ ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലും ഈ വിശ്വാസം എത്രയോ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, നിങ്ങൾ നന്മയിലേക്ക് വരിക, നിങ്ങൾ സത്യത്തിലേക്ക് വരിക എന്ന് ഓർമ്മപ്പെടുത്തലുകളുമായി അള്ളാഹുവിൻ്റെ തിരുദൂതന്മാർ ഓരോ നൂറ്റാണ്ടിലും ഭൂമുഖത്ത് വരുമ്പോൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ എന്ത് ഗ്രന്ഥമാണ് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യമാണ് ലോകത്തിന് മുമ്പിൽ ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. വെൻ ദേ ഹാഡ് സ്റ്റാർട്ടഡ് ടു വർഷിപ്പ് ദ ഗോൾഡൻ കാഫ്, അവർ ഈ 1, 2, 3 കുടുംബത്തിലുള്ള ആളുകൾ, നേതാക്കന്മാർ, അവിടുത്തെ വലിയ നേതാക്കന്മാരായിരുന്നു. അവർ കാട്ടിക്കൂട്ടിയ ഈ കാര്യങ്ങൾക്കെല്ലാം പാവങ്ങളിൽ നിന്ന് ഓശാന പാടുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി നടന്നത്. മൂസ അലൈഹി സ്വലാം ന്യൂ വാട്ട് വുഡ് ബി ദെയർ കോൺസിക്വൻസ്. അവരുടെ അനന്തരഫലം ഇപ്രകാരമുള്ള ഈ ചെയ്തികൾ തുടർന്നാൽ അവരുടെ അനന്തരഫലം എന്താണ് എന്നുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിന് അറിയാമായിരുന്നു. വെൻ ദേ ഡീവിയേറ്റഡ് ഫ്രം ദ റൈറ്റ് പാത്ത്, നേരായ പാതയിൽ നിന്നും വേർതിരിഞ്ഞുള്ള സഞ്ചാരം നടത്തുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മൂസ അലൈഹി സ്വലാമിന് വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നു. ഫ്രം ദ തൗഹീദ്, അതുകൊണ്ട് തൗഹീദിൽ നിന്നും, ഏകദൈവ വിശ്വാസത്തിൽ നിന്നും, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും ആരും അകന്നു പോകരുത്. ഈ താക്കീത് ലോകത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മോടൊപ്പമുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ, വ്യക്തികളെ, സമൂഹത്തിലുള്ള ബന്ധുസ്വന്തങ്ങളിലുള്ളവരെ, പിന്നെ നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ തൗഹീദിൻ്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കേണ്ടത്. അത് എത്തിക്കുന്നതിന് നമ്മൾ ഒരു രീതിയിലുള്ള അറപ്പും വെറുപ്പും നമ്മൾ നോക്കുവാൻ പാടില്ല. ആരുടെയും തൃപ്തിയും നോക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഏക ദൈവത്തിൻ്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ദോസ് ഹു റിപ്പൻഡഡ് ടു ദ യുണീക്ക് ഗോഡ്, സമാനതകളില്ലാത്ത അള്ളാഹുവിനോട് ആരാണോ പശ്ചാത്തപിച്ച് മടങ്ങുന്നത്, വിത്ത് എ പ്യുവർ ആൻഡ് സിൻസിയർ ഹാർട്ട്, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഹൃദയ വായ്പോടെ. അള്ളാഹ് ടോൾഡ് മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹു താല പറഞ്ഞു, ത്രൂ റെവലേഷൻ, വെളിപാടിലൂടെയാണ് അള്ളാഹു താല അദ്ദേഹത്തിനോട് പറഞ്ഞത്, ദാറ്റ് ഹി ഹാഡ് ഫർഗീവൻ ദം, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഫോർ ദ ഹീനിയസ് ആക്ട്സ്, അവരുടെ നിന്ദ്യമായ പ്രവർത്തനങ്ങളെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ദേ കമ്മിറ്റഡ്, അവരത് തെറ്റ് ചെയ്തു. അത് നീ നൽകിയ ഉപദേശമനുസരിച്ച് അവർ പശ്ചാത്തപിക്കുമ്പോൾ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത വെളിപാടിലൂടെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. അള്ളാഹ് എക്സാൽറ്റഡ് ഈസ് ഹിം, അവൻ സമാനതകളില്ലാത്തവനാണ്, ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നവനല്ല അവൻ. സ്പേർഡ് ദം, അത് വെറുതെ വിട്ടു അവരെ. ഫ്രം ദ ഡ്രെഡ്ഫുൾ പണിഷ്മെൻറ്റ്, അതിഭയാനകമായ ഭീകരമായ ശിക്ഷ അവർക്ക് വന്നെത്തേണ്ടതായിരുന്നു. ഒരു പ്രവാചകനെ നിയോഗിച്ച് അവരിൽ നിന്ന് ആ ശിക്ഷ അള്ളാഹു താല മാറ്റി. ഫോർ ഹി ഹാഡ് എ ഗ്രേറ്റ് ലവ് ഫോർ ദം, കാരണം അള്ളാഹുവിന് അവരോട് വളരെ വലിയ സ്നേഹമായിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് നമ്മോട്, അവൻ്റെ സൃഷ്ടികളായ നമ്മോട്, ബലഹീനരായ സൃഷ്ടികളായ നമ്മോട് വളരെ സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. നമുക്കെല്ലാവർക്കും വളരെയധികം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സന്തോഷ വാർത്തയുമായി, ഒരു മുന്നറിയിപ്പുമായി ഒരാൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു താല
അവരെ സുരക്ഷിതമായ നിലയിൽ ഈ ലോകത്തിന് വെളിച്ചമായി, നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദമായി, നമ്മുടെ കണ്ണുകൾക്ക് കൺകുളിർമയായി അവർ നമ്മളിലേക്ക് എത്തട്ടെ. അത് ലോകത്ത് മുഴുവൻ വ്യാപിക്കട്ടെ. വ്യാപിപ്പിക്കുവാനുള്ള സൗഭാഗ്യത്തിൽ ഏർപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഐക്യലോകത്തും പാരത്രിക ലോകത്തും ഇതൊരു പ്രയോജനപ്രദമായ കാര്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.